ഹായ് ഹലോ എന്തെല്ലാം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഓറഞ്ച് വെച്ചിട്ടാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഈ ഓറഞ്ച് വെച്ചിട്ട് ഞാനൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ചെടുത്ത് അച്ചാറിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. ഇപ്പോൾ ഓറഞ്ചിൻ്റെ കാലമാണല്ലോ, സീസണാണല്ലോ. 100 രൂപക്ക് 2 കിലോന് എന്നൊക്കെ വെച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ സീസണിലല്ലേ പരീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന് കരുതുന്നുണ്ടാവും കേട്ടോ നിങ്ങൾ. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് ഇതിൻ്റെ മുന്നേ. അപ്പോൾ എനിക്കത് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഓറഞ്ച് അച്ചാർ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഓറഞ്ചൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ചല്ല കേട്ടോ ഇടണത്, കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. തൊലിക്കാനൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെറിയ ഓറഞ്ച് ആയതുകൊണ്ട്. എനിക്കില്ലേ ഈ കട്ട് ചെയ്യണ പരിപാടി ഇഷ്ടമല്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ കട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കട്ട് ചെയ്താലിന് ചില സമയത്ത് ഭയങ്കര മടി കേട്ടോ. ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. എൻ്റെ കയ്യിൽ ചോപ്പറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കേടന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഒന്ന് വാങ്ങിക്കണം. ഓറഞ്ച് ഒന്നും ഇപ്പോൾ എന്തായാലും ചോപ്പറിൽ ഇടാനൊന്നും പറ്റില്ലല്ലോ. ഓറഞ്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക തന്നെ വേണം കത്തി വെച്ചിട്ട്. ഞാൻ അധികം ചെറുതാക്കിക്കാണ്ടൊന്നും കട്ട് ചെയ്യണില്ല കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മധുരവും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള അച്ചാറാണ് കേട്ടോ. എരിവും പുളി മധുരമൊക്കെ ആയിട്ടുള്ള അച്ചാറാണ്. എൻ്റെ വീട്ടിലില്ലേ, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ നല്ലോണം അച്ചാർ ഇടും കേട്ടോ. എൻ്റെ വീട്ടിൽ എന്ത് കിട്ടിയാലും ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് നോക്കും കേട്ടോ. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം ഞാൻ. അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാറുന്ന സംഭവം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഉമ്മ മുളക് സുർക്കിയിലിട്ട് വെച്ചതാണ് കേട്ടോ. ഉപ്പും സുർക്കിയും പാടും ചേർത്തിട്ട്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. ഇത് ഇനി അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ, മുളകച്ചാർ ഇടുമ്പോൾ. അപ്പം എൻ്റെ വീട്ടിലിങ്ങനെ നാരങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് കണ്ട് വെക്കും കേട്ടോ. അങ്ങനെ നാരങ്ങച്ചാർ ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ ഉമ്മമ്മ അങ്ങനെയാണ് ചെയ്യൽ. നാരങ്ങ അങ്ങനെ എടുത്തുകാണ്ട് അങ്ങനെ അച്ചാറിടലുണ്ട് കേട്ടോ. ഉമ്മമ്മക്ക് കുറേ നല്ലോണം അച്ചാറിടാൻ അറിയായിരുന്നു കേട്ടോ. ഉമ്മമ്മാൻ്റെ അച്ചാറൊക്കെ എനിക്ക് നല്ലോണം ഓർമ്മ വരുന്നുണ്ട്. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്റ്റോർ റൂമിലില്ലേ അച്ചാറിട്ടച്ച് കണ്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിരുന്ന് പോകുമ്പോൾ ഞങ്ങൾ പറയും ഉമ്മമ്മാൻ്റെ അച്ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റേക്കാരെന്ന് അറിയും കേട്ടോ. വേറെ കൂട്ടാനൊന്നും വേണ്ട. ഇതെങ്ങനെ വെച്ചാൽ സംഭവം നമ്മൾ സാധാ അച്ചാർ ഇടൂലേ അതേപോലെ തന്നെ കേട്ടോ. അങ്ങനെ കടുകും ഉലുവയും ഇട്ടുകാണ്ട് പിന്നെ വേപ്പിൻ്റെ ഇല നമ്മൾ ചതച്ച് വെച്ചതില്ലേ, വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും അതൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുക. നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് അതിൻ്റെ ആ പച്ചമണല്ലേ അത് പോവോളം മൂപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അച്ചാർപ്പൊടി ചേർക്കണത്. അച്ചാർപ്പൊടി തന്നെ നല്ലോണം വറുത്തെടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ആ അതൊക്കെ കിട്ടണത്. അപ്പോൾ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഈ മസാലപ്പൊടിയൊക്കെ വറുത്തെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റേക്കാരം കേട്ടോ. പിന്നെ അച്ചാർപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ടുള്ള അളവൊന്നും പറയണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലരും പല രീതിയിലേക്കാരിലും ഉണ്ടാക്കൽ. ഞാൻ ഇവിടെ 1 കിലോന് ഓറഞ്ചോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ. ശരിക്കുമുള്ള അളവ് അറിയില്ല, അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊന്നും പറയാത്തത്. ഇങ്ങനെ അച്ചാർപ്പൊടിയൊക്കെ നല്ലോണം ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അപ്പോൾ അത് വരുവോളം ഇങ്ങനെ കുറഞ്ഞ തീയിലിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അച്ചാർപ്പൊടിയൊക്കെ. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ വിനാഗിരി ചേർത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം പുളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിനാഗിരി ചേർത്തിക്കാണ്ട് ഒന്നണ്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി പാകത്തിന് ഉപ്പ് ചേർത്തിക്കാണ്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത ഓറഞ്ച് ചേർത്തിക്കാണ്ട് മിക്സാക്കിയിട്ട് അധികം വേവിക്കണമൊന്നുമില്ല, ഒന്നണ്ട് തിളപ്പിച്ചെടുക്കണുള്ളൂ. അങ്ങനെ ഓറഞ്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എനിക്കെന്താ പിരാന്താണോ എന്നൊക്കെ. ഓറഞ്ച് വെച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓറഞ്ച് വെച്ചിട്ട് അച്ചാറാണോ എന്നിട്ടോ. നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കി വെക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെക്കാതെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാലോ. ഞാൻ അതിൻ്റെ മുന്നേ അത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. അങ്ങനെ ഓറഞ്ചൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാൻ ശർക്കരയായിട്ട് ചേർത്തിട്ടുള്ളത്. എനിക്ക് ശർക്കര ചേർത്തപ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയത് കേട്ടോ. എരിവും പുളി മധുരമൊക്കെ ആയിട്ട് നല്ലോണം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശർക്കര ഉരുക്കിയിട്ട് അരിപ്പ് വെച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൽ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് 1 കപ്പോളം ചേർത്തിട്ട് ഒന്നണ്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ.
ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തുകാണ്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കിയാലല്ലേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ. പിന്നെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയണ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോസ് ഇട്ട് വരാം.